ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിൽ പോലും ഫുട്ബോളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. തോൽക്കുമെന്ന് ഉറപ്പിച്ച മത്സരഫലങ്ങൾ മാറി മറിയുന്നത് എത്രയോ തവണ നമ്മൾ സാക്ഷിയായിട്ടുമുണ്ട്. അതാണ് ഫുട്ബോൾ. അവിശ്വസനീയമായ പലതും സംഭവിച്ച് ഒട്ടും മടുപ്പിക്കാതെ ആ കായികം നമ്മളെയും കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുക തന്നെയാണ്. ഫുട്ബോളിൽ തുടരുന്ന അത്തരം വിസ്മയങ്ങൾ കൊണ്ട് ഇന്നും ആ ലഹരിക്കടിമയായി ഈ ലോകം തന്നെ മാറി മറിയുന്നത് കാണാം. കാൽപന്തിനെ അകമഴിഞ്ഞ് സ്നേഹിച്ചു പോയ ഞാനും നിങ്ങളുമെല്ലാം അതിന് ഉദാഹരണം തന്നെയാണ്. ഇന്നേ വരെയുള്ള ജീവിത കാലയളവിൽ നമ്മൾ പലതും സാക്ഷിയായിട്ടുണ്ട്. തിരിച്ചുവരവുകളും തിരിച്ചടികളും പരാജയവും വിജയവും അങ്ങനെ പലതും കരഞ്ഞും കരയിപ്പിച്ചും നമ്മളിലൂടെ കടന്നുപോയി. അവിടെയെല്ലാം നാം കണ്ട കാഴ്ചകളിൽ ചില നിമിഷങ്ങൾ ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. മനസ്സിന് എത്ര കണ്ടാലും മതിവരാത്ത, വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന അവിശ്വസനീയങ്ങൾ പിറന്ന രാത്രികൾ, ഒരിക്കലും മറക്കാനാവാത്ത ഗോളുകൾ, മടുക്കാത്ത ചില നിമിഷങ്ങൾ. അങ്ങനെ ചില ഓർമ്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു പോയി നോക്കാം. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഒരിക്കലും മറക്കാനാവാത്ത ആ ഗോൾ നിമിഷങ്ങളിലൂടെ. എൻ്റെ ഓർമ്മയിൽ തന്നെ ഞാൻ ഏറെ ഓർത്തിരിക്കുന്ന ഒരു ഗോളിനെക്കുറിച്ച് തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങാം. ഒരുപക്ഷെ ആ മത്സരം ഞാൻ ലൈവ് കണ്ടതുകൊണ്ടാകാം ആ ഗോളിങ്ങനെ എന്നെ സ്വാധീനിക്കുന്നുണ്ട്. ആ ഗോളിൻ്റെ തരിപ്പനുഭവിച്ചറിഞ്ഞവർക്ക് ഇന്നും അവരുടെ ബെസ്റ്റ് മൊമെൻറ്റുകളിൽ ഒന്ന് തന്നെയാകുന്നത്. ലീഗ് പോരാട്ടത്തിൽ സിറ്റിയും യുണൈറ്റഡും നേരിയ പോയിൻ്റ് വ്യത്യാസത്തിൽ സീസണിൽ ടേബിൾ പൂർത്തിയാക്കുന്നു. ഇരുകൂട്ടരുടെയും അവസാന മത്സരത്തിലൊന്നിൽ യുണൈറ്റഡ് ജയിച്ചു നിൽക്കുന്നുമുണ്ട്. അതേസമയം മറുപുറത്ത് സിറ്റിയും QPRും തമ്മിലുള്ള മത്സരഫലം സിറ്റിയുടെ പരാജയമാണെങ്കിൽ യുണൈറ്റഡിന് ലീഗ് കിരീടം നേടുവാൻ സാധിക്കും എന്നവസ്ഥ. 2-1 എന്ന മാർജിനിൽ വിജയിച്ചു നിൽക്കുന്ന QPR സിറ്റിയെ പരാജയപ്പെടുത്തുമെന്ന് യുണൈറ്റഡ് ആരാധകർ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. കാരണം മിനിറ്റ് സൂചി 90-ാം മിനിറ്റിലേക്ക് ഓടിയെത്തിയിരുന്നു. വിജയം ആഘോഷിക്കുവാൻ നിന്നിരുന്ന യുണൈറ്റഡ് ആരാധകർ പിന്നീട് കണ്ടത് ഒരു മാന്ത്രിക നിമിഷങ്ങളായിരുന്നു. ഇഞ്ചുറി ടൈമിൽ ഡെക്കയിലൂടെ സിറ്റി സമനില ഗോൾ നേടുന്നു. പക്ഷേ അതോടെയൊന്നും കിരീടം നേടാൻ സാധിക്കുകയില്ലല്ലോ. സിറ്റി ആരാധകർ നിരാശയോടെ മറ്റൊരു അത്ഭുതം കൂടി സംഭവിക്കുമോ എന്ന് കാത്തിരുന്നു. അന്ന് ആ ഫുട്ബോൾ ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട് ആ അത്ഭുതം സംഭവിക്കുകയും ചെയ്തു. ഇഞ്ചുറി ടൈമിൻ്റെ അവസാന മിനിറ്റിൽ അഗ്യൂറോ QPRന് ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ തിരിച്ചുവരവുകളിലൊന്നായി അത് മാറുകയായിരുന്നു. അതോടുകൂടി സിറ്റി ആ വർഷത്തെ പ്രീമിയർ ലീഗ് ജേതാക്കളായി മാറുന്നുണ്ട്. അന്ന് ആ അത്ഭുതം പിറന്ന സിറ്റിയുടെ തിരിച്ചുവരവിൻ്റെ രാത്രിക്ക് ശേഷം ഒരു കൗമാരക്കാരൻ സിറ്റിയുടെ കടുത്ത ആരാധകനായി മാറുകയും ചെയ്തു. ആ ആരാധകൻ ഇന്നും എന്നിൽ ജീവിച്ചിരിക്കുന്നു. 2011 ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ നടക്കുന്നത് സാന്റിയാഗോ ബെർണാബ്യൂ എന്ന റയലിൻ്റെ സ്വന്തം തട്ടകത്തിലായിരുന്നു. റൊണോയുടെ റയൽ മാഡ്രിഡും മെസ്സിയുടെ ബാഴ്സയും നേർക്കുനേർ വന്നിരിക്കുന്നു. അക്കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തിരുന്ന മത്സരമായി ഞാൻ ഇന്നും അതിനെ ഓർക്കുന്നുണ്ട്. അന്ന് ബാഴ്സലോണ സാന്റിയാഗോ ബെർണാബ്യൂവിൽ വിജയിക്കുന്നത് 2-0 എന്ന മാർജിനിലായിരുന്നു. അതിലെ ഈയൊരു ഗോൾ ആരും അങ്ങനെ മറന്നു കാണില്ല. ബുസ്കറ്റിൽ നിന്നും പന്ത് സ്വീകരിച്ച് മെസ്സി വെട്ടിയൊഴിഞ്ഞ 4 പേരും അക്കാലത്തെ മികച്ച ഡിഫൻഡർമാരായിരുന്നു. ഗോൾ കീപ്പറായി കസിയാസും. ആ ഗോളിൻ്റെ മനോഹാരിത ഇങ്ങനെ പറഞ്ഞു വർണ്ണിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതിങ്ങനെ കണ്ടാസ്വദിക്കുവാനുള്ളതാണ്. ഇന്നും ഏറ്റുമറന്ന് ഒന്ന് ചിന്തിച്ചാൽ ഓരോ ആരാധകരും അഭിനന്ദിക്കേണ്ട ഒരു ഗോൾ, ഓർത്തിരിക്കേണ്ട ഒരു ഗോൾ. Away from 2, 3, 4. Wonderful, wonderful, wonderful. How good is he? Supernatural goal from Lionel Messi. 2012 യൂറോ കപ്പിലെ സെമി ഫൈനൽ വേദിയിൽ ജർമ്മനിയും ഇറ്റലിയും തമ്മിൽ പോരാട്ടം നടക്കുന്നു. അക്കാലത്ത് ഇറ്റലിയുടെ സ്ട്രൈക്കറായിരുന്ന മരിയോ ബലോട്ടല്ലിയെ സംബന്ധിച്ച് അദ്ദേഹം മോശം സമയങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിമർശനങ്ങളും റാസിസവും അയാളെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്ന സമയം. സ്വന്തം ആരാധകർ പോലും അയാളെ വംശീയമായി അധിക്ഷേപിച്ചുകൊണ്ടിരുന്നു. അന്ന് ആ മത്സരത്തിൽ 2-1 ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇറ്റലി ഫൈനലിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അന്ന് ആ രാത്രിയിൽ 2 ഗോളുകളും പിറന്നത് ആരാധകർ കുരങ്ങനെന്ന് പോലും വിളിച്ചധിക്ഷേപിച്ച മരിയോ ബലോട്ടല്ലി എന്ന കറുത്ത വംശകരിലൂടെയായിരുന്നു. 6 യാർഡിന് വെളിയിൽ നിന്നും അയാൾ തൊടുത്ത 2ാമത്തെ ഗോൾ ചെന്ന് പതിച്ചത് വിമർശക ലോകത്തിനിടയിലേക്കായിരുന്നു. അസാധ്യമായ ഒരു ആംഗിളിൽ നിന്നും തൻ്റെ വലങ്കാൽ പ്രഹരം അത്രയേറെ പവർഫുള്ളായി ചെന്ന് പതിക്കുന്നത് കണ്ട് അതിന് നേർക്കാഴ്ചക്കാരും വിമർശകർ പോലും കൈയടിച്ച് പോകുന്നു.
2 വർഷങ്ങൾക്കുമപ്പുറം 2014 വേൾഡ് കപ്പിന് ബ്രസീലിൽ വേദി ഒരുങ്ങുന്നുണ്ട്. ഗ്രൂപ്പ് സ്റ്റേജ് പോരാട്ടങ്ങളിൽ സ്പെയിനും നെതർലാൻഡും നേർക്കുനേർ വരുന്നു. ആകാംക്ഷയോടെ ഇഞ്ചോടിഞ്ച് മികച്ചൊരു മത്സരത്തിന് കാത്തിരുന്ന ആരാധകർക്ക് പക്ഷേ നെതർലാൻഡിൻ്റെ ആധിപത്യ വിജയം മാത്രമാണ് ബാക്കിയായത്. സാവിയും മിന്യാസ്റ്റയും അടങ്ങുന്ന സ്പാനിഷ് പട 5-1 നിലയിൽ നെതർലാൻഡിനോട് ദയനീയമായി പരാജയപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്നും ലോകം ഓർത്തുവെക്കുന്ന ഒരു ഗോൾ കൂടി പിറന്ന രാത്രി കൂടിയാണിത്. ഫ്ലൈയിങ് ഡച്ച്മാൻ ഹെഡർ എന്നറിയപ്പെട്ട വാൻ പേഴ്സിയുടെ ആ മികച്ച ഗോൾ ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ബോക്സിലേക്ക് ഉയർന്നു വന്ന ആ പന്തിനെ 6 യാർഡിന് വെളിയിൽ നിന്നും ഉയർന്നു പൊന്തി അക്ഷരാർത്ഥത്തിൽ പറന്നുയർന്ന് ഹെഡ് ചെയ്ത് ഗോൾ നേടുന്ന ആ നിമിഷം ഇന്നും ഓരോ ആരാധകനും ഓർക്കുന്നുണ്ടാക്കും. ഗാലറിയിൽ ഓരോ ആരാധകനും അമ്പരപ്പോടെ ഇരിക്കുന്നത് ഇന്നും എൻ്റെ ഓർമ്മയിൽ. 2017-18 ചാമ്പ്യൻസ് ലീഗ് സീസണിൽ ബാഴ്സലോണയെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായ നിമിഷങ്ങൾ അവരെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ക്വാർട്ടർ ഫൈനലിൽ ആദ്യ ഭാഗത്തിൽ റോമയെ 4-1 എന്ന മാർജിനിൽ മെസ്സിയും സംഘവും പരാജയപ്പെടുത്തുന്നുണ്ട്. സെക്കൻഡ് ലെഗിൽ വിധി എങ്ങനെ മാറിമറിഞ്ഞാലും റോമയ്ക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന് പോലും പണ്ഡിതന്മാർ വിധി പറഞ്ഞ ദിവസങ്ങൾ. എന്നാൽ പക്ഷേ 2ാം പാദം അവസാനിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രവചനങ്ങളും പിഴച്ചു. ഏണസ്റ്റോയുടെ ബാഴ്സലോണയ്ക്കെതിരെ റോമ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഡെക്കോയിലൂടെയും റോസിയിലൂടെയും തുടങ്ങി വെച്ച തിരിച്ചുവരവ് 82ാം മിനിറ്റിലെ ഗോളോടുകൂടി ബാഴ്സലോണയുടെ ചാമ്പ്യൻസ് ലീഗ് മോഹങ്ങൾ ശിഥിലമാകുന്നുണ്ട്. 82ാം മിനിറ്റിൽ മനോലസ് നേടിയ ആ ഗോൾ UCL നിന്നും ബാഴ്സലോണയ്ക്ക് പുറത്തേക്കുള്ള റെഡ് കാർഡായി മാറുകയായിരുന്നു. 4-4 എന്ന മാർജിനിൽ എവേ ഗോളിൻ്റെ അഡ്വാൻറ്റേജിൽ റോമ ബാഴ്സയെ പരാജയപ്പെടുത്തുന്നുണ്ട്. റോമ ആരാധകരിൽ ഇന്നും ആ ഗോളിൻ്റെ മരവിപ്പ് മായാതെ കിടക്കുന്നുണ്ടാകും. ഇനി കുറച്ചേറെ വർഷങ്ങൾ പുറകിലെ കഥയാണ്. 1997 ഫ്രാൻസിലെ സുപ്രധാന ടൂർണമെൻറ്റിലൊന്നിൽ ബ്രസീലും ഫ്രാൻസും നേർക്കുനേർ വരുന്നുണ്ട്. അന്ന് ഏകദേശം 35 വാരാകളിൽ നിന്നും ബ്രസീലിന് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. ആർക്കും അതിൽ സംശയമുണ്ടായിരുന്നില്ല. കിക്കെടുക്കാൻ വരുന്നത് അയാൾ തന്നെയായിരുന്നു. അന്തരീക്ഷത്തിലെ കണികളെപ്പോലും അളന്നു മുറിക്കുവാൻ ശേഷിയുള്ള വേഗത വിസ്ഫോടനം ചെയ്യുന്ന സാക്ഷാൽ റോബർട്ടോ കാർലോസ്. അയാൾ പന്തിനെ തൻ്റെ അടിക്ക് പാകത്തിന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഫ്രാൻസ് തങ്ങളുടെ 6 മാൻ വാൾ ഉയർത്തുന്നുണ്ട്. പിന്നീട് ലോകം കണ്ടത് അത്യത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. കറങ്ങിത്തിരിഞ്ഞ് ഫ്രാൻസിൻ്റെ ഗോൾ മുഖം ലക്ഷ്യം കണ്ട ആ ഗോൾ ശാസ്ത്രത്തെ പോലും തോൽപ്പിച്ച് കളഞ്ഞിരുന്നു. ചരിത്രത്തിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് റോബർട്ടോ കാർലോസിലൂടെ മാത്രമായിരുന്നു. അയാൾക്ക് ശേഷവും ഇത്രയും മാരകമായ ഒരു ഫ്രീ കിക്കറെ ലോകം കണ്ടിട്ടേയില്ല. ശേഷം അപകടം വിധിക്കുന്ന കിക്കുകൾ പലതും അയാളിൽ നിന്നും പിറന്നെങ്കിലും ചരിത്രത്തിലെ ഏറ്റവും മികച്ചതായി ഇന്നും അത് വിരാജിക്കുന്നുണ്ട്. അന്ന് ഞാനടക്കം ആ പേര് കേൾക്കുന്നത് ആദ്യമായിരുന്നു. റയൽ മാഡ്രിഡിൻ്റെ റൂമറുകളിൽ എപ്പോഴോ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പോലും കളി കാണുന്നതും ആസ്വദിക്കുവാൻ ഭാഗ്യം ലഭിച്ചതും 2014 ബ്രസീൽ വേൾഡ് കപ്പിൽ തന്നെയായിരുന്നു. ഹൈലി ടെക്നിക്കലായ ആ പ്ലെയറുടെ ഓരോ മൂവ്മെൻറ്റിലും കൊളംബിയയുടെ വിജയം ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് ജെയിംസ് റോഡ്രിഗസ്. ഉറുഗ്വേക്കെതിരെ അയാൾ തീർത്ത ആ സുന്ദര നിമിഷം എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാനാണ്. 6 യാർഡിന് വെളിയിൽ നിന്നും ചെസ്റ്റിൽ സ്വീകരിച്ച പന്തിനെ ഇറക്കി ഇടതുകാലുകൊണ്ട് ഒരു സുന്ദര ഒരു മാന്ത്രികനെ പോലെ ആ പയ്യൻ അന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. ഈ തലമുറയിലും ആ ഗോളിനെ വിശേഷിപ്പിക്കുന്നത് കാണാം. ഒരുപക്ഷെ ജെയിംസ് റോഡ്രിഗസിൻ്റെ തലവര മാറ്റിയത് പോലും ആ ഗോൾ തന്നെയായിരുന്നു. കാരണം പിന്നീട് അവനെ സ്വന്തമാക്കിയത് ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിലൊന്നായിരുന്നു. Un futbolista que ha liderado 98 വേൾഡ് കപ്പിൽ അനാവശ്യമായി നേടിയ റെഡ് കാർഡിനെ തുടർന്ന് ഡേവിഡ് ബെക്കാം നേരിടേണ്ടി വന്നത് വലിയ വിമർശനങ്ങൾ തന്നെയായിരുന്നു. നിർണായക മത്സരത്തിലെ പക്വത കുറവ് കൊണ്ട് ഇംഗ്ലണ്ടിൻ്റെ വേൾഡ് കപ്പ് സ്വപ്നങ്ങൾ പോലും തകർത്ത് കളഞ്ഞവനെന്ന് പോലും വിമർശിക്കപ്പെട്ടു. നാഷണൽ എനിമി എന്ന് പോലും ഇംഗ്ലണ്ടുകാർ ബെക്കാമിനെ മുദ്രകുത്തി. എന്നാൽ പിന്നീട്
മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ബെക്കാം എന്ന 7-ാം നമ്പറുകാരൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസങ്ങളായിരുന്നു. ശേഷം ഒരിക്കൽ കൂടി ഒരു നിർണായക മത്സരത്തിൽ രാജ്യത്തിന് വേണ്ടി ബൂട്ട് കെട്ടാൻ അയാൾക്ക് അവസരം ലഭിച്ചു. അന്ന് ഗ്രീസിനോട് തോറ്റാൽ 2002 വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യത പോലും നിഷേധിക്കപ്പെടും. സമനിലയോ വിജയമോ മാത്രമായിരുന്നു ലക്ഷ്യം. രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തപ്പെട്ടവർക്ക് മുന്നിൽ തിരിച്ചു വരാനുള്ള സമയമായെന്ന് അയാൾക്കും തോന്നിയിരിക്കാം. എന്നാൽ മത്സരഫലം നിർഭാഗ്യവശാൽ 90 മിനിറ്റിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഗ്രീസ് 2-1 നിലയിൽ മുന്നിലായിരുന്നു. ഇനി മുന്നിലെന്താണ്? ഇനിയും ബെക്കാം എന്ന മികച്ചവൻ ക്രൂശിക്കപ്പെടുമല്ലോ എന്നൊരവസ്ഥയിലൂടെ കടന്നുപോയി. എന്നാൽ മത്സരം അവസാനിക്കുവാൻ ഇഞ്ചുറി ടൈമിൻ്റെ മിനിറ്റുകൾ മാത്രമുള്ളപ്പോൾ ഇംഗ്ലണ്ടിന് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നുണ്ട്. ഇംഗ്ലണ്ട് ആരാധകർ ഏറെക്കുറെ വേൾഡ് കപ്പിൽ നിന്നും പുറത്തായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിരാശയോടെ ആ ഗാലറിയിൽ തലയാത്തിയിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ലോകം സാക്ഷിയായത് ബെക്കാമിൻ്റെ മഴവിൽ ഗോളായിരുന്നു. 93-ാം മിനിറ്റിൽ തൻ്റെ മാന്ത്രിക കാലുകൊണ്ട് അയാൾ ആ പന്തിനെ ഗ്രീസിൻ്റെ വലയിലേക്ക് വളച്ചെത്തിക്കുന്നുണ്ട്. ശേഷം തന്നെ വിമർശിച്ച അതേ ആരാധക ലോകത്തിന് മുന്നിൽ ഇരുകൈകളും വിരിച്ചൊരു നിൽപ്പുണ്ടായിരുന്നു. റൊണാൾഡോ ഫൈനലിൽ പരിക്കേറ്റ് വീഴുന്നുണ്ട്. 2016 യൂറോ കപ്പ് ഫൈനലിൽ പോർച്ചുഗൽ നായകൻ പുറത്തേക്ക്. അയാളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ കാത്തിരുന്ന ആരാധക ലോകം അപ്പാടെ നിരാശപ്പെട്ടു. എന്നാൽ പിന്നീട് തൻ്റെ ടീമിനെ പ്രചോദിപ്പിക്കുവാനായി കാലിൽ ബാൻഡേജ് ചുറ്റി ഫെർണാണ്ടോ സാന്റോസിനൊപ്പം നിൽക്കുന്ന കാഴ്ച എത്ര ഉത്തേജകമായിരുന്നു. എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയ മത്സരത്തിൽ എഡർ എന്ന താരത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ റൊണോ അയാളെ പ്രചോദിപ്പിക്കുന്നത് കാണാമായിരുന്നു. പിന്നീട് കളത്തിലേക്ക് ഇറങ്ങിയ എഡർ പോർച്ചുഗലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമായി മാറുകയായിരുന്നു. മത്സരത്തിൻ്റെ 109-ാം മിനിറ്റിൽ 6 യാർഡിന് വെളിയിൽ നിന്നും ലോറിസിൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് എഡർ നിർവഹിക്കുന്ന കാഴ്ച ഫുട്ബോളിലെ ചരിത്രത്തിലെ ഇന്നും മറക്കാനാവാത്ത ഒരു വലിയ ഏടാണ്. ഇന്നത്തെ വീഡിയോയിലെ അവസാനത്തെ ഗോൾ, ഫുട്ബോൾ ലോകത്തിലെ ഓരോ ആരാധകനും ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഗോൾ, ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ. അക്രോബാറ്റിക് ഗോളുകളിൽ ഇതിന് മുകളിൽ വെക്കാൻ മറ്റൊന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. അതൊരു പക്ഷേ അയാളിൽ നിന്നും മാത്രം സംഭവിക്കുന്ന അസാധ്യമായ ഒന്നായതുകൊണ്ട് മാത്രമായിരിക്കും. അന്ന് അൽ നസരീനിലെ യുവൻ്റസ് ആരാധകർ ആദ്യമായി എതിർ ടീം കളിക്കാരന് വേണ്ടി അറിയാതെ കൈയടിച്ചു പോയ നിമിഷം, യുവൻ്റസ് ടീമും ഗോൾ കീപ്പറായ ബുഫണും വരെ പ്രശംസിച്ചു പോയ നിമിഷം, എന്തിനേറെ പറയണം സിദ്ധാനൊപ്പം ഈ ലോകം മുഴുവൻ അറിയാതെ തലയിൽ കൈവച്ച് പോയ നിമിഷം. അത് അന്തരീക്ഷ വലയത്തെ പോലും ആവാഹിച്ചെടുത്ത് വായുവിൽ മലക്കം മറിഞ്ഞ് അയാൾ ആ ബൈസിക്കിൾ ഗോൾ നേടുന്നു. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഗോൾ.